അസുഖത്തിൻ്റെ കേസ് പറയാൻ അതേപോലെ തന്നെ അസുഖം നോക്കി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് പറ്റുള്ളൂ. അസുഖത്തിൻ്റെ വേദനകൾ എന്ന് പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് സാധിക്കുള്ളൂ, വേറെ ഒന്നിനും പറ്റില്ല. എപ്പിഡെർമോളിസിസ് ബുള്ളോസ എന്ന് പറയുന്ന റെയർ ആയിട്ടുള്ള സ്കിൻ ഡിസീസാണ്. അത് ഈ ജനറ്റിക് മ്യൂട്ടേഷൻ വഴിയൊക്കെ സംഭവിക്കുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോപ്പർ ട്രീറ്റ്മെൻ്റ് ഇല്ല എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഓടിക്കളിച്ചും ഒക്കെ നടക്കുമായിരിക്കുമല്ലോ, അപ്പോൾ അവരെ പോലെ അങ്ങനെ പറ്റുന്നില്ല എന്നോർത്ത് സങ്കടം തോന്നിയിട്ടുണ്ട് എപ്പോഴും? സങ്കടമല്ല, എങ്കിലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖം കുശുമ്പൊക്കെ തോന്നും ആൾക്കാരൊക്കെ കാണുമ്പോൾ. എങ്കിലും നമ്മൾ മാനേജ്. പിന്നെ എനിക്ക് എൻ്റെ വീൽ ചെയർ കൊണ്ട് എവിടെ വേണമെങ്കിലും പോവാം. ഭയങ്കര വേദനയായിരിക്കും അല്ലേ? വേദനയൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ മൊബൈൽ എടുക്കുന്ന എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്യും. അപ്പം അന്ന് ഞാനൊരു ഗിഫ്റ്റ് തരട്ടെ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഗിഫ്റ്റാണ്. എൻ്റെ കയ്യിലുള്ളൊരു മോതിരം. എന്നെ നോക്കിന്ന് പാടോ പാട്ട്? കരിങ്കാലിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുകാരിക ചോരയിൽ നീരാട്. ഒരുപാട് സംസാരിക്കുന്ന ആളാണ് ഗോഡ്. ഭയങ്കര ഇഷ്ടം. ഒരാളെ കിട്ടിയ വിടൂല. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി, എന്റെ ബാലഗോപാലന് എണ്ണ തേപ്പിക്കുമ്പോ പാടടി. വെള്ളം കോരി കുളിപ്പിച്ച് പിന്നരിച്ചോ മനിച്ചയ്യ, എന്റെ പാലപ്പഴങ്കുപ്പ് ബാലപ്പൂമുട്ടായി പോയടി. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ചക്കംപക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചക്കംപക്കത്തിൽ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ജീവിതത്തിലെ പരിമിതികളെ തോൽപ്പിച്ച് വിജയത്തിലോട്ട് കുതിച്ചു പായുന്ന ഒരു കൊച്ചു മിടുക്കനാണ് ഗോഡ്വിൻ. ഗോഡ്വിൻ, വെൽക്കം ടു ചക്കംപക്കം. താങ്ക് യു. അപ്പം ഈ ഷോ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഒരു ആഗ്രഹമാണ്, നമുക്കൊരു പാട്ട് പാടി. നമ്മൾ പാട്ട് പാടിയാണ് തുടങ്ങിയത്, അപ്പം നമുക്ക് പാട്ട് പാടി തന്നെ തുടങ്ങാം. കരിയൊത്തൊരു മേഴക് കരിനിലമിഴിയഴക്, കരിയൊത്തൊരു മേഴക് നിലമിഴിയഴക്, നല്ല മണ്ണിൽ ചേരിനാളേ കണ്ണാരം ചാർത്തണട്ട, അമ്മ ചന്തത്തിൻ ചേരിനാളേ കവുതറിയണട്ട. ആടാട് ആടാട് ആടാടാടാട്, ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ, ആടാട് ആടാട് ആടാടാടാട്, ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. അടിപൊളി. ഒരു കാര്യം ചെയ്യട്ടെ, അപ്പം ഞാനിപ്പം ഗോഡ്വിൻ്റെ ഒരുപാട് റീൽസും ഷോർട്സ് വീഡിയോസ് ഒക്കെ കണ്ടു, ഒരുപാട് പാട്ടിന്റെ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടു. അപ്പൊ 1 മില്യൺ അടിച്ച ഒരുപാട് വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം എങ്ങനെ പാട്ടിലോട്ട് ഇത്രയും ഇഷ്ടം തോന്നാൻ കാരണം? എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്തതൊക്കെ? ചുമ്മാ ഇരുന്നപ്പോൾ ഇങ്ങനെ ചെയ്തിങ്ങനെ റീൽസ് ആയിട്ടല്ല, ചുമ്മാ ഇങ്ങനെ ഓൺ വോയിസ് വീഡിയോസ് ഒക്കെ ചെയ്യണമെങ്കിൽ കുറച്ചാളൊക്കെ ആയിട്ടുള്ളൂ. അല്ലാതെ ഡബ്ഡ് വേർഷൻ ഇല്ലേ ഈ പാട്ടുകളുടെയൊക്കെ, ഡബ്ഡ് വേർഷൻ പാടുമായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടം. ചുമ്മാ ഇങ്ങനെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഒരു പാട്ടിന് മാത്രം ഇച്ചിരി റീച്ച് കിട്ടി. അപ്പോൾ അവിടെ നിന്ന് ചെറിയൊരു കോൺഫിഡൻസ് കിട്ടി. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ തുടങ്ങിയതാണ് ഓൺ വോയിസ് വീഡിയോസ്. അല്ലാതെ ഡബ്ഡ് വെർഷൻസ് ആയിരുന്നു. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എങ്ങനെ പാട്ടൊക്കെ പഠിക്കുന്നേ? പാട്ട് അല്ലാതെ കേട്ട് യൂട്യൂബ് ഒക്കെ നോക്കി കേട്ട് പഠിക്കും. പിന്നെ ലിറിക്സ് കിട്ടും, പല പാട്ടുകളുടെ ലിറിക്സ് കിട്ടും. പിന്നെ അല്ലാത്തത് നമ്മൾ 4 വരിയൊക്കെ ആണെങ്കിലും പഠിച്ചു വെക്കും, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ പാടാൻ വേണ്ടി. ഇപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, ഒരുപാട് ആക്റ്റീവ് ആണല്ലേ? ഒരു കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഇച്ചിരി ആക്റ്റീവാണ്. കാരണം ഒരു പാട്ടൊക്കെ വൈറലായിരുന്നു, ഒരു പാട്ടൊക്കെ പാടിയപ്പോൾ. അപ്പൊ ഈ വീഡിയോസ് ഒക്കെ എങ്ങനെ എടുക്കുന്നേ?
വീഡിയോസ് മൊബൈൽ എടുക്കും, എനിക്ക് മൊബൈൽ. അയ്യോ അങ്ങനെയല്ല, വീഡിയോസ് ആരെ ഷൂട്ട് ചെയ്ത് തരുന്നേ? ഞാൻ തന്നെ തന്നെ ഷൂട്ട് ചെയ്യും, വെച്ച് തന്നെ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ തന്നെ ഇങ്ങനെ കയ്യിൽ വെച്ച് ഷൂട്ട് ചെയ്ത് അപ്പം തന്നെ പോസ്റ്റ് ചെയ്യോ? എഡിറ്റിംഗ് ഒക്കെ തന്നെ ചെയ്യോ? എഡിറ്റിംഗ് ഒന്നും ചെയ്യില്ല, നല്ലതാണെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ അത് ഒന്നുകൂടെ റീടേക്ക് എടുക്കും. എന്നിട്ട് അത് മറ്റേ ഫിൽറ്റർ യൂസ് ചെയ്യാറുണ്ട്, അത് മാത്രമേ യൂസ് ചെയ്യാറില്ല. അപ്പൊ ഇപ്പൊ ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട്, എന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ ഗോഡ്വിന്? അതില് ഒത്തിരി പാട്ടുണ്ട്. കുറച്ചുകൂടെ എനിക്ക് പാടാൻ കുറച്ചുകൂടെ സുഖവും ഇഷ്ടവും തോന്നിയിട്ടുള്ള പാട്ടുണ്ട്. തൃശ്ശൂര് പൂരൊരു പൂരാടി പെണ്ണെ പറന്നക്കാവൊരു കാവ്, പറന്നക്കാവില് പൂരം നടക്കുമ്പോ കണ്ടടി ഞാനൊരു നോട്ടം. ആ ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. അയ്യോ അതങ്ങോട്ട് പാടിക്കോ. പാടണോ? വെഞ്ചാമരം പോലെ ചെറുള്ള പെണ്ണിന്റെ വാർമുടിക്കെട്ടൊന്നു കാണാൻ, വെഞ്ചാമരം പോലെ ചെറുള്ള പെണ്ണിന്റെ വാർമുടിക്കെട്ടൊന്നു കാണാൻ, ആനവട്ടം പോലൊരാട്ടല്ല പെണ്ണിന്റെ ചാടുന്ന നീർമിഴിപ്പിലി, ആനവട്ടം പോലൊരാട്ടല്ല പെണ്ണിന്റെ ചാടുന്ന നീർമിഴിപ്പിലി, തൃശ്ശൂര് പൂരൊരു പൂരാടി പെണ്ണെ പറന്നക്കാവൊരു കാവ്, പറന്നക്കാവില് പൂരം നടക്കുമ്പോ കണ്ടടി ഞാനൊരു നോട്ടം. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാ ഗോഡ്വിൻ പാടുന്നേ. എനിക്ക് ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടു. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റേ കരിങ്കാളിയല്ലേ ആ പാട്ട് എനിക്കൊന്ന് പാടിത്തരുമോ? എന്നെ നോക്കി ഒന്ന് പാടോ പാട്ട്? പാടാലോ. പാടിക്കോ. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂരു വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുകാരികച്ചോരയിൽ നീരാട്, എഴിവെറ്റിയ വറ്റമുളകോ പെണ്ണെ നിൻ മനസ്സ്, ജട കെട്ടിയ കാർമുടിക്കെന്തിന് മുല്ലപ്പൂ മലര്. അത്ര അറിയത്തുള്ളൂ, അതുകൊണ്ടാ. ഇപ്പം ഗോഡ്വിൻ്റെ കേസ് പറയുകയാണെങ്കിൽ കുറച്ച് ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ട്രീറ്റ്മെൻറ്റ്സ് ഹോമിയോ ചെയ്യുന്നുണ്ട്. ഹോമിയോ എന്ന് പറയുമ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോപ്പർ ട്രീറ്റ്മെൻ്റ് അല്ല, പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്, മനസ്സിലാക്കിയത്. അപ്പോൾ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ചെയ്യുന്നില്ല വെച്ചില്ല, ഇല്ലാത്തത് നമ്മൾ ചെയ്യുന്നില്ല. ഹോമിയോ ആണ് ഇപ്പം ചെയ്യുന്നത്. അത് നമ്മൾ മുറിവ് കൺട്രോളൊക്കെ ചെയ്ത് നിർത്തി അവരത് എക്സ്പെരിമെൻറ്റ് പോലെയൊക്കെയാണ് ചെയ്യുന്നത്. അല്ലാതെ വേറൊന്നും ചെയ്യുന്നില്ല ഇപ്പോൾ, ഹോമിയോ മാത്രമേ ഉള്ളൂ. ശരിക്കും ഡോക്ടർമാർ ഗോഡ്വിൻ്റെ ശാരീരികാവസ്ഥ എന്താ പറഞ്ഞത്? ഇത് സ്കിൻ ഡിസീസാണ്. അത് മെയിൻലി എപ്പിഡെർമോളിസിസ് ബുള്ളോസ എന്ന് പറയുന്ന റെയർ ആയിട്ടുള്ള സ്കിൻ ഡിസീസാണ്. അത് ഈ ജനറ്റിക് മ്യൂട്ടേഷൻ വഴിയൊക്കെ സംഭവിക്കുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഇത് അതിന് 4 വേരിയൻസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇത് സംഭവം. ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നോ? ജനിച്ചപ്പോൾ മുതൽ ലൈക്ക് ഇത്രയില്ല, ഗ്രാജുവലി കൂടി. ഗ്രാജുവലി ഇങ്ങനെ നമ്മൾ ഒരുപാട് ചികിത്സയൊക്കെ നോക്കി. ഹോമിയോ, ആയുർവേദം, ഇംഗ്ലീഷ്, ഇഷ്ടം പോലെ കഷായം കുടിച്ചിട്ടുണ്ട്. ആണോ? ഇതിന്റെ എങ്ങനെയാ, ചൊറിയോ അതെയോ ചൊറിഞ്ഞിങ്ങനെ ചൊറിയും, ചൊറിഞ്ഞിട്ട് ഇങ്ങനെ കൊമള പോലെ പൊള്ളി കൊമളിക്കില്ലേ, അതേപോലെ വന്നിട്ട് അതങ്ങ് പൊട്ടിയിട്ട് പിന്നെ അവിടെ നിന്ന് വെള്ളം പോകും. ചിലത് വെള്ളമായിരിക്കും, ചിലത് ചോരയായിരിക്കും, ചിലത് പഴുപ്പായിരിക്കും. വേദന ഉണ്ടാവും? അപ്പോൾ വേദന അപ്പം വലിയ കുറവായിരിക്കും. ഈ കാലിൻ്റെ അടിയിലൊക്കെ വന്നതിനൊക്കെ ഇച്ചിരി വേദന കൂടുതലായിരിക്കും. പിന്നെ അത് മുറിവാവും തന്നെ. മുറിവായി കഴിഞ്ഞാൽ നമ്മൾ ഉണക്കിയിരിക്കും. അപ്പം കുളിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? കുളിക്കില്ല, കുളിക്കായിരുന്നു. പിന്നെ കുളിക്കുമ്പോൾ ഉണങ്ങാൻ താമസം വന്നു. അതുകൊണ്ട് ഡോക്ടേഴ്സ് ഒന്ന് കുളിക്കണ്ട, ചെറിയ ചൂടുവെള്ളത്തിൽ തുടച്ചായിരുന്നു. ആണോ? അപ്പോൾ നമ്മൾ കുളിക്കണില്ല. പാട്ടല്ലാതെ ഗോഡ്വിന് വേറെ എന്തൊക്കെയാ ഇഷ്ടം? പാട്ടല്ലാതെ ഫുഡ് ഇഷ്ടമാണ്. ഫുഡാണ് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താ? ഫുഡ് അങ്ങനെ ഞാൻ വെജ് കഴിക്കുന്ന കുറവാണ്, നോൺ വെജ് കുറച്ചൊക്കെ കഴിക്കും. വിധം ഫിഷ് ഐറ്റംസ് അങ്ങനെയെല്ലാം ഇഷ്ടമാണ്. പിന്നെ പഠിക്കുന്നുണ്ടോ? സ്കൂളിൽ പോകുന്നുണ്ടോ? പഠിക്കുന്നുണ്ടായിരുന്നു. 5ാം ക്ലാസ് വരെ ഞാൻ പോയി. അത് കഴിഞ്ഞ് ഈ അസുഖമൊക്കെ കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് പോകാനായിട്ടുള്ള ഒരു പോസിബിൾ ആയിട്ട് വന്നില്ല. അത് കഴിഞ്ഞ് പാൻറ്റും ഡ്രസ്സൊന്നും ഇടാൻ പറ്റാത്തൊരവസ്ഥ വന്നു. പിന്നെ ഇപ്പോഴാണ് ഇച്ചിരിയെങ്കിലും ഒരു കുറവാണ്. അന്ന് കിടപ്പായിരുന്നു. പിന്നെ 6, 7, 8, 9 ഒക്കെ നമുക്ക് ലോസ് ആയിപ്പോയി.
അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് 10ാം ക്ലാസ് എഴുതിയെടുത്തു. എന്തെങ്കിലും ജോലിക്കൊക്കെ വേണമെങ്കിൽ 10ാം ക്ലാസ്സൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 10ാം ക്ലാസ് എഴുതിയെടുത്തു. അങ്ങനെയാണ് ഇപ്പം നിലവിൽ കറണ്ട്. ഗോഡ്വിന് എത്ര വയസ്സുണ്ട്? 19 വയസ്സ്. 19 വയസ്സുണ്ട്. ഓക്കെ. അപ്പോൾ എനിക്കിപ്പം ഗോഡ്വിൻ്റെ സോങ്സ് ഒക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു നാടൻ സോങ്സ് ആണ് കൂടുതൽ ഇഷ്ടം അല്ലേ? ഏറ്റവും ഇഷ്ടമുള്ള സിംഗർ ആരാ? സിംഗർ സിത്താര മാമിന് ഇഷ്ടമാണ്. സിത്താര ചേച്ചീനെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? പിന്നെ അങ്ങനെ ഒത്തിരി ആൾക്കാർ ഇഷ്ടമാണ്. സിത്താര ചേച്ചി ഇഷ്ടമാണ്. സിത്താര ചേച്ചിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ് ഏതാ? അത് ഒരുപാട് സോങ് ഉണ്ട്. എന്നാലും ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ് ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരുമോ? ഒരു പാട്ടില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ട്. കളിയും നീ പെണ്ണിനേറെ മിന്നും പൊന്നും വേണ്ടാന്ന്, ഉണ്ണിക്കാളി പെണ്ണവൾക്ക് ആരിരാരും വേണ്ടാന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത്ര അറിയത്തില്ല, അങ്ങനെ അത് പഠിച്ചില്ല, അതുകൊണ്ടാണ്. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ സോങ് പാടിയത് പോസ്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും ഗോഡ്വിൻ ആ പാട്ട് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഏറ്റവും കൂടുതൽ റെസ്പോൺസ് വന്ന പാട്ട് ഏതാ? അത് എല്ലാ പാട്ടും പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഏറ്റവും കൂടുതൽ റെസ്പോൺസ് വന്ന സോങ് ഏതാ? അത് കഴിഞ്ഞ ദിവസം ഈ പാടിയ കരിയത്തൊരു മേഴക് കരിനീലമിഴക് എല്ലാവരും നല്ല പറഞ്ഞു. പിന്നെ തൃശ്ശൂർ പൂരം സോങ് അടിപൊളിയാണ് പറഞ്ഞു. അങ്ങനെ അങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ. ഇനി പാടാൻ വെച്ചിരിക്കുന്ന പാട്ട് ഏതാണ്? ഈ പാട്ടിന് ഞാൻ പാടും എന്നൊക്കെ വിചാരിച്ചോ? അങ്ങനെ ഞാൻ ഇന്ന പാട്ട് പാടണമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടില്ല. അപ്പൊ കേൾക്കുന്ന ഒരു പാട്ട് പെട്ടെന്ന് ഇഷ്ടപ്പെട്ട അത് പാടിയിടുക, അങ്ങനെ ഒരു ഇതാണ്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പ്രോപ്പറായിട്ട് പറയാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം. അപ്പം ഗോഡ്വിൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാടൻ പാട്ടാണ് കൂടുതൽ ഇഷ്ടം എന്ന്. മണിച്ചേട്ടനെയാണ് കൂടുതൽ ഇഷ്ടം? മണിച്ചേട്ടന് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? മണിച്ചേട്ടന് ഏത് പാട്ടാണ് ഏറ്റവും ഇഷ്ടം? ഇന്നലെ തറവാട്ടിൽ കത്തിക്കളിച്ചൊരു പൊൻസൂര്യൻ, തെല്ലുതെക്കെ പുറത്തെ മുറ്റത്തെ ആറടി മണ്ണിലുറങ്ങയല്ലോ, തെല്ലുതെക്കെ പുറത്തെ മുറ്റത്തെ ആറടി മണ്ണിലുറങ്ങയല്ലോ, മേലെ പടിഞ്ഞാറു സൂര്യൻ താനേ മറയുന്ന സൂര്യൻ, ഇന്നലെ തറവാട്ടിൽ തത്തിക്കളിച്ചൊരു പൊൻസൂര്യൻ, തെല്ലുതെക്കെ പുറത്തെ മുറ്റത്തെ ആടി മണ്ണിലുറങ്ങയല്ലോ, തെല്ലുതെക്കെ പുറത്തെ മുറ്റത്തെ ആടി മണ്ണിലുറങ്ങയല്ലോ. ഓക്കെ. അപ്പം ഇന്നത്തെ ചക്കം പക്കം മണിച്ചേട്ടൻ ട്രിബ്യൂട്ട്. ഓക്കെ. മണിച്ചേട്ടനുള്ള ട്രിബ്യൂട്ടാണ്. നമ്മൾ രണ്ടാളും മണിച്ചേട്ടൻ്റെ ഫാൻസാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ തുടങ്ങാം. അപ്പം മോനാദ്യം മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് പാടും, പിന്നീട് ഞാൻ മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് പാടും. എന്നിട്ട് ആരാണ് നിർത്തുന്നത് അവർ ഔട്ടാവും. ഓക്കെ? എനിക്ക് അത്രയും കൂടെ അറിയില്ല. എന്നാലും നമ്മൾ ജസ്റ്റ് ഫുള്ളൊന്നും പാടണ്ട. അത് മണിച്ചേട്ടൻ പാടിയത് തന്നെ വേണമെന്നില്ല, മണിച്ചേട്ടൻ അഭിനയിച്ചതോ അങ്ങനത്തെ. തുടങ്ങാം. ഓക്കെ, മൂന്നെണ്ണം തുടങ്ങിക്കോ. ചരക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ, ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിൻ്റെ കൊട്ട് നെയ്യുള്ള പിടയ്ക്കണ മീനാണ്. ചരക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ, ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിൻ്റെ കൊട്ട് നെയ്യുള്ള പിടയ്ക്കണ മീനാണ്. സോനാ സോനാ നീ ഒന്നാം നമ്പർ, അടിപൊളി അടിപൊളിയിൽ ഒന്നാം നമ്പർ. മിന്നുങ്ങി മിന്നും മിനുങ്ങി എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങി മിന്നും മിനുങ്ങി എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ. അപ്പരലി പരലി പരലി പൂവാലി പരലി പരലി ഇന്നലെ നേരത്ത് പരലി വെള്ളത്തിലോടനല്ല. അമ്മായിയുടെ മോളെ ഞാൻ നിക്കാഹു ചെയ്തിട്ടാകെ കുഴപ്പത്തില, അവൾ കാലത്തെ നിൽക്കൂല മുറ്റമടിക്കൂല പല്ലും കൂടി തേക്കൂലാണേ,
അമ്മയുടെ മോളെ ഞാൻ നിക്കാഹു ചെയ്തിട്ടാകെ കുഴപ്പത്തില. അവൾ കാലത്തെ നിൽക്കൂല, മുറ്റമടിക്കൂല, പല്ലും കൂടി തേക്കൂല. ഓടപ്പഴം പോലൊരു പെണ്ണിനെ കണ്ടേ ഞാൻ. ചാന്ത് പൊട്ടും ചങ്കേലസും ചാത്തി വരുന്നവളെ, പുലരിപ്പെണ്ണെ നിന്നെ കാണാൻ പൂതി വരികണു മനസ്സിൽ. നീയൊരു സുന്ദരിയല്ലേ, സ്നേഹമനോഹരിയല്ലേ, നീയൊരു സുന്ദരിയല്ലേ, സ്നേഹമനോഹരിയല്ലേ. ചാന്ത് പൊട്ടും ചങ്കേലസും ചാത്തി വരുന്നവളെ, പുലരിപ്പെണ്ണെ നിന്നെ കാണാൻ പൂതി വരികണു മനസ്സിൽ. നീയൊരു സുന്ദരിയല്ലേ, സ്നേഹമനോഹരിയല്ലേ, നീയൊരു സുന്ദരിയല്ലേ, സ്നേഹമനോഹരിയല്ലേ. കൈകൊട്ടു പെണ്ണേ കൈകൊട്ടു പെണ്ണേ കുഞ്ചും വളയിട്ട് കൈകൊട്ട്. കൈകൊട്ടു പെണ്ണേ കൈകൊട്ടു പെണ്ണേ കുഞ്ചും വളയിട്ട് കൈകൊട്ട്. കണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എൻ്റെ പുന്നാരെ, മാമ്പഴമാകട്ടെ. എത്ര കേട്ടുള്ളൂ. എടാ ഞാൻ തോറ്റു, ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഞാനും തോക്കും. അത് പ്രശ്നമായിരിക്കും. സ്റ്റോക്ക് തീർന്നോ? സ്റ്റോക്ക് തീർന്നു. സ്റ്റോക്ക് തീർന്നു. അപ്പൊ നമുക്കാണെങ്കിൽ ഇത് മ്യൂച്വലി അങ്ങ് അവസാനിപ്പിച്ചാലോ? ആക്ച്വലി നമുക്കത് ശരിയാക്കണം. നിർത്താം. നമുക്ക് ബാക്കി ഗോഡ്വിന്റെ വിശേഷങ്ങളിലോട്ട് പോവാം. ഓക്കെ. ഞാൻ ചോദിക്കട്ടെ, ഗോഡ്വിന്റെ ലൈഫിൽ ഏറ്റവും സപ്പോർട്ടിങ് സിസ്റ്റം എന്ന് പറയാൻ ആരായിരിക്കും? പപ്പയമ്മേ. പപ്പയും അമ്മയും. അപ്പൊ അവരാണ് എല്ലാ കാര്യങ്ങളും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ? പിന്നെ പപ്പയമ്മേ. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ ഗോഡ്വിന്? ഫ്രണ്ട്സ് കുറവാണ്, എങ്കിലും ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. ഫ്രണ്ട്സ് ഉണ്ട്. സ്കൂളിലെ ഫ്രണ്ട്സ് ആണോ? ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. പിന്നെ അവരെന്ന് പറയുമ്പോൾ അവർ വേറെ വേറെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അവരും അവരുടേതായ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എല്ലാവരും പൊതുവെ ഫ്രണ്ട്സ് കുറവാണ്. പൊതുവെ ഫ്രണ്ട്സായിട്ട് കുറവാണ്. പിന്നെ ഫോളോവേഴ്സായിട്ടുള്ള എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് ആണല്ലോ. അതുകൊണ്ട് അങ്ങനെ അവരായിട്ട് സംസാരിക്കാറും മെസ്സേജ് അയക്കാറൊക്കെ ഒത്തിരി പേര് സംസാരിക്കാറുണ്ട്. അങ്ങനെ അത്ര. എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ, ലൈക്ക് ഇപ്പോൾ ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഓടിക്കളിച്ചും ഒക്കെ നടക്കുമായിരിക്കുമല്ലോ, അപ്പൊ അവരെ പോലെ അങ്ങനെ പറ്റുന്നില്ല എന്നോർത്ത് സങ്കടം തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? സങ്കടമല്ല, എങ്കിലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖം കുശുമ്പൊക്കെ തോന്നും ആൾക്കാരൊക്കെ കാണുമ്പോൾ. എങ്കിലും നമ്മൾ മാനേജ് ചെയ്യും. പിന്നെ എനിക്ക് എൻ്റെ വീൽ ചെയർ കൊണ്ട് എവിടെ വേണമെങ്കിലും പോവാം. മഴ ഇല്ലാണ്ടിരുന്നാൽ മതി. വേറെ ഒന്നും കുഴപ്പമില്ല പോണേന്. ഈ വണ്ടിയിൽ പുറത്തൊക്കെ പോവാറുണ്ടോ? എല്ലായിടത്തും പോകും. ഞാൻ പള്ളിയിൽ പോകും. പിന്നെ ഓട്ടോറിക്ഷയിൽ കയറ്റിയിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഹോസ്പിറ്റലിൽ പോവും. പിന്നെ ഇവിടെ അടുത്ത് കടയൊക്കെ ഉണ്ട്. ആണല്ലേ? ആ കടയിലൊക്കെ പോകും. മഴ ഇല്ലാണ്ടിരിക്കുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നും. മഴയില്ലെങ്കിൽ എല്ലായിടത്തും പോകും. എല്ലായിടത്തും പോകും, എല്ലാ സ്ഥലത്തും പോകും. അടുത്ത ഗോഡ്വിന്റെ ഒരു പാട്ട് കേൾക്കാൻ തോന്നുന്നു. ഒരു പാട്ട് പാടും. പാട്ടാ? അല്ല, ഞാൻ പറയാം. ഞാന് ഇപ്പൊ ഗോഡ്വിന്റെ റീസെന്റ് ആയിട്ട് കണ്ടത് മറ്റേ ഇലുമിനാറ്റി പാടില്ലേ, ഉലകിതിലാരോടും തോൽക്കാവീർ, അതൊന്ന് പാടിത്തരും. ഉലകിതിലാരോടും തോൽക്കാവീരൻ, കരളതിലമ്മയ്ക്കായി തേങ്ങും പൈതൽ, മടിയിൽ പാലൂട്ടും സ്നേഹം നീയേ, മറഞ്ഞോ താരാട്ടാതെന്റെ മക്കളിയാൻ കണ്ണീരില്ല, കണ്ണീരൊപ്പാൻ ആരും പോരണ്ട, എരിയും മൂന്നാം കണ്ണിൻ കോപം കൊള്ളും സംഹാരമുക്തി, മരണം പടിവാതിൽ കടന്നിടാൻ മടിക്കും, ബോംബെ നഗരം ഇവൻ വരുന്ന ദിനം സ്വപ്നം കാണും. താനാനാനാന താനാനാനാന താന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 ാ താനാനാനാന താനാനാനാന താന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 ാ. നന്നായി പാടിട്ടോ. അപ്പം ഇപ്പൊ നമ്മള് ഒരുപാട് പാട്ടൊക്കെ പാടുമല്ലോ. അപ്പൊ ഇനി സിനിമയിലോ ആൽബത്തിലോ അങ്ങനെ എന്തെങ്കിലും പാടണമെന്നൊക്കെ ആഗ്രഹമുണ്ടോ? ആൽബത്തിൽ പാടണമെന്ന് ആഗ്രഹമുണ്ടല്ലേ? ആണോ? അതിനായിട്ട് എന്തെങ്കിലും ശ്രമം എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? അങ്ങനെ ശ്രമമായിട്ടൊന്നും നടത്തിയിട്ടില്ല. എനിക്ക് അറിയത്തില്ല അത് ബേസിക്കലി അങ്ങനെ ആദ്യം ചോദിക്കാൻ. അങ്ങനെ കണക്ഷൻസ് കുറവാണ് എനിക്ക്. എത്ര നാളായി സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇൻസ്റ്റാഗ്രാം ഒന്ന് രണ്ട് നമ്മുടെ 10th കഴിഞ്ഞ വർഷത്തെ 10th ഒക്കെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷത്തെ 10th എക്സാമൊക്കെ തുടങ്ങിയത്. ആ ടൈമിലാണ് ഇത് ഇങ്ങനെ ചെയ്തു തുടങ്ങിയത്. ഈ രാവിലെ പോകാനായിട്ട് വണ്ടി നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോഴേ ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണും. അപ്പം അതിങ്ങനെ ചെയ്ത് നോക്കും, ഫോട്ടോയൊക്കെ ഇടും, അങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങിയത്. അപ്പൊ അതിങ്ങനെ തുടങ്ങുന്ന സമയത്ത് ആരെങ്കിലും ഇങ്ങനെ കളിയാക്കിയിട്ടുണ്ടോ, നീ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്? ഇല്ല, കളി ഇതുവരെ അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു അല്ലേ? ഒരു കുഴപ്പമൊന്നും എല്ലാരും നല്ല പ്രോത്സാഹനമാണ്. അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും വന്നിട്ടില്ല അല്ലെ? ഓക്കെ, എല്ലാരും ഒരുപാട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ? കുഴപ്പമില്ല. കാണുമ്പോൾ നല്ല സന്തോഷം ഉണ്ടാവും. സന്തോഷമുണ്ട്.
അപ്പം ഈ പ്രായത്തിൽ ഇത്രയും കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം അച്ചീവ് ചെയ്തു, ഇനി ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്. അപ്പം ഈ പ്രായത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പരിമിതി ഉണ്ടെങ്കിൽ അത് ഒരു അടുത്ത് ഒതുങ്ങിക്കൂടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പം ഗോഡ്വിൻ ആ ഇതൊക്കെ മാറ്റി വെച്ച് സർവൈവ് ചെയ്തു. അതെ, അപ്പം സ്വയം അഭിമാനം തോന്നുന്നുണ്ടോ? അഭിമാനം വെച്ചാൽ ഇങ്ങനെ ആയിരം ഒരു ഇതുണ്ട്. അത് ഐ മീൻ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലേ, അതാണ്. അഭിമാനത്തെക്കാൾ കൂടുതൽ അങ്ങനെയാണ് എനിക്ക് തോന്നാറ്. ഒരു ഇങ്ങനെ വീഡിയോസിന് ലൈക്ക് കയറുമ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര നന്നായിരുന്നു ഞാൻ തന്നെ വിചാരിക്കും ചിലപ്പോൾ. പക്ഷെങ്കിൽ അത് നല്ല അഭിമാനമുണ്ട്, ഇല്ലാന്നല്ല. അഭിമാനം ഇല്ലാന്ന് പറയില്ല, ഉണ്ട്. സന്തോഷമുണ്ട്. എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു. അതുകൊണ്ടാണല്ലോ നിങ്ങളൊക്കെ ഇവിടെയൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതെ. അപ്പം ജീവിതത്തിൽ ഗോഡ്വിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? വീട് വെക്കണം. വീട് വേണം. അതെ. അപ്പം ഇതിന് മുമ്പ് വേറെ വീട്ടിലായിരുന്നോ താമസിച്ചത്? ഇതിന് മുമ്പ് വാടക വീട്ടിലായിരുന്നു. പിന്നെ പപ്പയുടെ തറവാട്ടിലൊക്കെ ആയിരുന്നു. അവിടേക്ക് ഈ പറഞ്ഞ സൗകര്യം പരിമിതികളുണ്ട്. എനിക്കാണെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്തൊരു ചെറിയ വീടാ, ചെറിയ സ്ഥലമാണ്. അപ്പം ചെറിയത് മീൻസ് നമുക്ക് പറ്റില്ല എന്നെ കൊണ്ടൊക്കെ. ഈ ഇച്ചിരി ഹൈജീൻ പ്രോബ്ലം, കൊതുക് ഭയങ്കര കൊതുകൊക്കെയാണ്. അപ്പോൾ ഭയങ്കര വലിയ കൊതുകൊക്കെ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ വാടക വീടുകളായിരുന്നു, നമുക്കതിലേക്ക് വാടക വീടാ. അപ്പം അങ്ങനെ വീട് വേണമെന്ന് ആഗ്രഹം, ഭയങ്കര ആഗ്രഹം വീട്. അപ്പം ഗോഡ്വിൻ പറഞ്ഞു ലൈഫിൽ ഏറ്റവും സപ്പോർട്ടിങ് സിസ്റ്റം എന്ന് പറയണത് അപ്പയും അമ്മയാണ്. അപ്പം അവരെ പ്രൗഡാക്കണം, അവരെ സന്തോഷപ്പെടുത്തണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവില്ലേ ലൈഫിൽ? പിന്നെ അത് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ അവർ ഞാൻ എന്ത് ചെയ്താലും അവർ ഏറ്റവും സന്തോഷമാവുന്നത്? ഞാനെന്നല്ല, ഗോഡ്വിൻ അങ്ങനെ അവർക്ക് എന്ത് സന്തോഷമാണ്. ഇങ്ങനെ ഇതേപോലെ പപ്പ ഇങ്ങനെ ലൈക്ക് കൂടി, ഇങ്ങനെ ലൈക്കായി എന്നൊക്കെ പറയുമ്പോൾ സന്തോഷമാണ്. അപ്പം അങ്ങനെ കുറേ ഗിഫ്റ്റൊക്കെ അയച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഗിഫ്റ്റൊക്കെ കിട്ടി. അപ്പോൾ അത് ഈ വാച്ച് ഗിഫ്റ്റാണ് ഒരു ചേട്ടൻ ബാംഗ്ലൂരിലുള്ള. അപ്പോൾ ആ ചേട്ടൻ ഗിഫ്റ്റൊക്കെ അയച്ചിരുന്നു. അതൊക്കെ പൊട്ടിക്കുകയൊക്കെ ചെയ്യും. അപ്പം ഞങ്ങൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഇങ്ങനെ ഉണ്ടാവുമല്ലോ, അങ്ങനെ. ഓക്കെ. അപ്പം എനിക്കൊരു നാടൻ പാട്ടും കൂടെ പാടിത്തരും. നാടൻ പാട്ടാ? പാട്ട് പാടി പാടി മടുത്തിട്ടുണ്ടാവോ? അന്തരക്കവിലപുരം കാണാൻ എന്തട കുഞ്ഞാഞ്ഞേ നമ്മക്കും പോവേണ്ടേ. അന്തരക്കവിലപുരം കാണാൻ എന്തട കുഞ്ഞാഞ്ഞേ നമ്മക്കും പോവേണ്ടേ. മകരക്കൊയ്ത്തു കഴിഞ്ഞ മാനം തെളിഞ്ഞാലേ മന്ദാരക്കാവില പൂരക്കൊടിയേറും. മന്ദാരക്കാവില വേലപുരം കാണാൻ എന്തട കുഞ്ഞാഞ്ഞേ നമ്മക്കും പോവേണ്ടേ. ഓക്കെ. അപ്പോൾ ഫീമെയിൽ സിംഗേഴ്സിൽ സിത്താര ചേച്ചീനെ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു. മെയിൽ സിംഗേഴ്സിൽ ഏറ്റവും ഇഷ്ടം ആരെയാ? മെയിൽ സിംഗേഴ്സിൽ അങ്ങനെ വിധു പ്രതാപ് ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ കുറെ ഒത്തിരി ഉണ്ട്. പിന്നെ ഈ സാറല്ലേ മറ്റേ ആകാശമായവളെ, അല്ല ആ പാട്ട് പാടിയത് ചേട്ടനില്ലേ, ഒരു അങ്ങനെയൊക്കെയുള്ള ആള് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. അപ്പം മൂവിയിൽ ഏറ്റവും ഇഷ്ടം ആരെയാ? മൂവിയിൽ മഞ്ജു വാര്യർ മാമിനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പിന്നെ ദിലീപേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സുരേഷ് ഗോപി സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. ഞാൻ ചോദിക്കട്ടെ, ലൈഫിൽ ഏറ്റവും സന്തോഷവും സങ്കടവും തോന്നിയ നിമിഷം ഏതാ? രണ്ടും പറയണം. ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷം, അതുപോലെ തന്നെ ഏറ്റവും സങ്കടം തോന്നിയ നിമിഷം. അതിന് ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ വീട് വെക്കുമ്പോൾ ഏറ്റവും സന്തോഷം തോന്നിയ സന്തോഷം സങ്കടം ഒക്കെ കൂടെ വരുന്ന ഒരു നിമിഷമായിരിക്കും ചിലപ്പോൾ. ആണോ? എന്നാലും ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷം ഏതാ ഇതുവരെയുള്ള ലൈഫ്? വീൽ ചെയർ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. വീൽ ചെയർ എനിക്ക് എന്നെ ചികിത്സിച്ചുകൊണ്ട് എൻ്റെ ഡോക്ടർ എൻ്റെ ഒരു സംഘടനയൊക്കെ ഉണ്ട്, അവർ തന്ന നാമെന്ന് പറഞ്ഞിട്ട് അവരുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെയൊക്കെ ആയിട്ടൊരു സംഘടന. അപ്പോൾ അവരുടെ ഒരു സംരംഭം. അപ്പോൾ അവർ ഇങ്ങനെ എനിക്ക് വീൽ ചെയറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ
മാം തന്ന ഡോക്ടർ സാറാനന്ദൻ എന്ന് പറയും. ഹോമിയോ മെഡിക്കൽ ഓഫീസറായിരുന്നു മൂവാറ്റുപുഴ. അപ്പോഴാണ് ഏറ്റവും സന്തോഷം ഭയങ്കര തോന്നുന്നത്. സന്തോഷമായിരുന്നു. അതല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പണ്ട് നടക്കുന്നതിന് പ്രശ്നം ഉണ്ടായിരുന്നോ മുമ്പ്? ഇല്ല, പണ്ട് നടക്കുമായിരുന്നു, ഒരുവിധം നടക്കുമായിരുന്നു. 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സൊക്കെ നടന്നു പോയിക്കൊണ്ടിരുന്നു. 6 പകുതി പോയി, 6 പകുതി പോയതാ. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ പ്രശ്നമായത്, നടക്കുന്നൊക്കെ പോവായിരുന്നു. ഇപ്പോ തീരെ നടക്കാൻ പറ്റും? ഇപ്പം തീരെ നടക്കാൻ പറ്റില്ല. അപ്പൊ പെട്ടെന്ന് അങ്ങനെ അത്രയും നാൾ നടന്ന് ഇരുന്നൊരാള് പെട്ടെന്ന് ഇരുന്ന് പോകുമ്പോ അപ്പോൾ അവിടെയൊക്കെ പിടിച്ചു നിന്നത് മൊബൈലുള്ളതുകൊണ്ടാണ്. അങ്ങനെ പുറത്താനും വിശേഷങ്ങൾ അറിയാനും അങ്ങനെ വേറെ അങ്ങനെ വിഷമങ്ങളൊന്നും ഇതുവരെ അങ്ങനെ വലിയ വിഷമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ടാവാം, ചിലപ്പോൾ എനിക്കത് വലിയ കാര്യമായിട്ട് തോന്നാത്തായിരിക്കാം. എന്തോ ഇങ്ങനെയൊക്കെ പോയി. ഒരുപാട് സംസാരിക്കുന്ന ആളാണ് ഗോഡ്വിൻ. ഭയങ്കര ഇഷ്ടം, ഒരാളെ കിട്ടിയ വിടില്ല. എനിക്ക് മനസ്സിലായി, നല്ല സംസാരിക്കുന്ന ആളാണെന്ന് മനസ്സിലായി. അപ്പം ഇത്രയും ബോൾഡും സ്ട്രോങ് ആയത് എങ്ങനെയാണ് ലൈഫിൽ? അതറിഞ്ഞില്ല. അത് നമ്മൾ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ പണി കിട്ടും, ചിലപ്പോൾ ആ വഴിയും പോവും. അതായത് അസുഖത്തിൻ്റെ കേസ് പറയാൻ അതേപോലെ തന്നെ, അസുഖം നോക്കി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് പറ്റുള്ളൂ. അസുഖത്തിൻ്റെ വേദനകൾ എന്ന് പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് സാധിക്കുള്ളൂ. വേറെ ഒന്നിനും പറ്റില്ല, വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ അതുകൊണ്ട് തന്നെയാണ് നമ്മളെ കാര്യമാക്കണില്ലാത്തതുകൊണ്ടായിരിക്കാം പ്രശ്നങ്ങളൊന്നും വലിയ സങ്കടങ്ങളായിട്ടും ഒന്നും ഇല്ലാത്തത്. എന്നാലും ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാനൊരു നല്ല ബോൾഡ് ആവണ്ടേ ലൈഫിൽ? എങ്ങനെ? ഞാൻ എത്ര ബോൾഡ് അല്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. എനിക്ക് അറിയില്ല, അത് ഞാൻ എന്ത് വന്നാലും അധികം വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോകും. എന്ത് വേദന വന്നാലും, എനിക്കൊക്കെ വേദന വന്നാൽ ഞാൻ അറിയണമെങ്കിൽ വേദന ഭയങ്കര വേദന ആയിരിക്കണം. അതായത് മുറിവിനാണെങ്കിലും ഇവിടെ ഒരു ജോയിൻറ്റ് പെയിൻ ഒക്കെ വന്നാലും അത് അറിയണമെങ്കിൽ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തണം. അതുവരെ ഞാൻ പിടിച്ചിരിക്കും. നമുക്ക് ഒട്ടും താങ്ങാൻ പറ്റില്ല എന്ന് പറയുമ്പോഴേ അത് പപ്പോടാണെങ്കിലും അമ്മോടാണെങ്കിലും പറയുള്ളൂ. അപ്പോൾ ഏറ്റവും പെയിനൊക്കെ വരുമ്പോൾ ഇപ്പം എന്താ ചെയ്യാറ്? പെയിൻ വരുമ്പോൾ പെയിൻ മാറാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും. മരുന്ന് കഴിക്കുമ്പോൾ കുറവുണ്ടാവും? മരുന്ന് അങ്ങനെ പെയിൻ മാറാനായിട്ട് വലിയ മരുന്ന് കഴിക്കലൊന്നുമില്ല. ആവശ്യം ഉള്ളതിന് മാത്രമേ മരുന്ന്. ഈ പെയിനൊക്കെ വരുമ്പോൾ തന്നെ മാറും തന്നെ മാറും. എന്നാലും ഭയങ്കര വേദനയായിരിക്കും അല്ലേ? വേദനയൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ മൊബൈലൊക്കെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്യും, അപ്പം മാറും. അതല്ല, ഇത് ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂടുന്ന ടൈം ഉണ്ടാവോ? കഴിഞ്ഞ വർഷം തരുമ്പോൾ തന്നെ കഴിഞ്ഞ 2-3 മാസം മുമ്പൊക്കെ എനിക്ക് ഭയങ്കര കൂടുതലായിരുന്നു, തിരക്കൊക്കെ ചെയ്യുന്നു. അപ്പം അങ്ങനെ കൂടുതലുണ്ടാകാറുണ്ട്. ഒത്തിരി ഭയങ്കര പഴുപ്പും ഒക്കെ ആയിട്ട് ഭയങ്കര വിഷയവും. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മുടെ ഈ ഷോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ വന്നവരൊക്കെ ഹാപ്പി ആയിട്ട് ചിരിച്ചും കളിച്ചാൽ പോവാം. നമുക്കൊന്ന് ഉഷാറാവണ്ടേ? നമുക്കൊരു സെഗ്മെന്റിലോട്ട് പോയാലോ? അപ്പൊ ഇതിനകത്ത് അതിനുമ്പ് ഒരു കാര്യം പറയട്ടെ. എനിക്ക് മോന്റെ സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും ഉണ്ണിച്ചേട്ടനല്ലേ, നമ്മുടെ ഉണ്ണിമുകുന്ദൻ ചേട്ടന്റെ സൗണ്ട് പോലെ എനിക്ക് തോന്നി. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല. എന്റെ സൗണ്ട് ആയിട്ട് ഞാൻ കുഞ്ഞിപ്പിള്ളേരുടെ സൗണ്ട് മാറിയാ. കുഞ്ഞിപ്പിള്ളേരുടെ സൗണ്ടാ? കുഞ്ഞിക്കുട്ടിയാണല്ലോ. കുഞ്ഞിക്കുട്ടിയാണെങ്കിലും ഈ പ്രായത്തിന്റെ ഒരു സൗണ്ട് അല്ലല്ലോ. ഇല്ല, പക്ഷെ നല്ല സ്വീറ്റ് സൗണ്ട്. ഇങ്ങനെ ഒരു കാണിച്ചിട്ട് എന്റെ സൗണ്ട് കേട്ടിട്ട് ആരുടെങ്കിലും സൗണ്ട് പോലെ തോന്നിട്ടോ? അല്ല, മോനൊരു പറഞ്ഞോ. വിഷമം തോന്നരുതെന്ന് ഇല്ലേ? എല്ലാരും പറയാറുണ്ട് കാവ്യ ചേച്ചിയുടെ സൗണ്ട് പോലെ ഉണ്ടെന്നൊക്കെ. കാവ്യ ചേച്ചിയുടെ സൗണ്ട് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? തോന്നിയില്ല? ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഇരിക്കുന്ന ഗോഡ്വിന്റെ വീട്ടിലാണ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഫോട്ടോ കാണുന്നുണ്ട്. അത് എഴുതിയിട്ടുണ്ട്, ഈ മുഖത്തെ ഒരിക്കലും മായാത്ത പുഞ്ചിരിയിൽ തെളിയണം മുന്നോട്ടുള്ള വഴികൾ. ഇത് ആരെങ്കിലും തന്ന ഗിഫ്റ്റ് ആണോ? ആരാ തന്നെ? ഫ്രണ്ട് തന്നാണ്. ആണോ? ഗോഡ്വിന് ചെയ്തു തന്നതാ? ആൾക്ക് ഇതേപോലെ അസുഖമാണ്. പക്ഷെ ഇതല്ല, അത് ലാമിലർ എക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു അസുഖമാണ്. എനിക്ക് അതിന്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അറിയില്ല. ലാമിലർ എക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു അസുഖമാണ്. അപ്പോൾ അത് ഇതേപോലെ ഈ സോറിയാസിസ് പോലത്തെ ചെറിയ അസുഖമാണെന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. എനിക്കറിയില്ല അതിനെപ്പറ്റി കൂടുതൽ. അപ്പോൾ അവരുടെ ഒരു കൂട്ടായ്മയുണ്ട്, ഒരു വലിയ കൂട്ടായ്മയാണ്. അപ്പോൾ അവരുടെ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു, അവിടെ പോയപ്പോൾ കിട്ടിയതാ അവർ ചെയ്തതെന്ന്.
ഇതുപോലെ വേറെ ഒരുപാട് ഗിഫ്റ്റ്സ് കിട്ടിയിട്ടുണ്ടോ? പിന്നെ ദേ ഈ വാച്ച് ഗിഫ്റ്റാണ്. നേരത്തെ പിന്നെ പറഞ്ഞു. എനിക്ക് ഗിഫ്റ്റായിട്ട് ഒരു AC കിട്ടി. ഒരു AC ഒരു ചെന്നൈയിൽ ഒരു ചേട്ടൻ ആഷിഖ് എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ ബ്ലോഗറാണ് പുള്ളി. ഇതേപോലെ തന്നെ കുറച്ച് പരിപാടികൾ, അതായത് ചാരിറ്റി വർക്ക്സാണ് പുള്ളി മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി എന്നോട് ഇങ്ങനെ വിളിച്ചപ്പോൾ ചോദിച്ചു എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കഴിഞ്ഞ ചൂട് അറിയാൻ പാടില്ലേ, ചൂട് ഭയങ്കര ചൂട്. എനിക്ക് ചൂടും പറ്റില്ല തണുപ്പും പറ്റാത്തതാണ്. അപ്പോൾ ചൂട് വന്നപ്പോൾ ഞാൻ വലഞ്ഞു പോയി. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ അടുത്ത വർഷത്തേക്ക് പ്ലാൻ ചെയ്ത ഒരു AC വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. എങ്കിലും അവർ ചോദിച്ചപ്പോൾ ഞാൻ AC-യുടെ കാര്യം പറഞ്ഞപ്പോൾ അവരപ്പോൾ തന്നെ അത് ചെയ്തതാണെന്ന് ചെയ്തു. ഓക്കെ, അന്ന് ഞാനൊരു ഗിഫ്റ്റ് തരട്ടെ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഗിഫ്റ്റാണ്. തന്നൊരു എന്റെ കയ്യിലുള്ളൊരു മോതിരം. നല്ല അടിപൊളി. ഇഷ്ടപ്പെട്ടോ? അടിപൊളി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റിംഗ് ആണ്. ഇഷ്ടപ്പെട്ടോ? എന്റെ ഓർമ്മക്കായിട്ട് എടുത്തു വെച്ചോ. ഇനി അടുത്ത പ്രാവശ്യം ആരെങ്കിലും ഇന്റർവ്യൂ എടുക്കുമ്പോ പറയാലോ എനിക്കൊരു ചേച്ചി തന്നതാണ്. എന്റെ പേരറിയോ? ഓക്കെ, അപ്പം ഇനി ഞാൻ ചോദിക്കട്ടെ, ഗോഡ്വിന് ആരെങ്കിലും കാണണം അങ്ങനത്തെ ആഗ്രഹമുണ്ട് നമ്മുടെ മൂവി ഇൻഡസ്ട്രിയിലോ? അങ്ങനെ ആരെങ്കിലും കാണണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. സിത്താര മാമിന്റെ കൂടെ പാടണം അങ്ങനത്തെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താ പറയാ, എന്താ മാമിന്റെ കൂടെ പാടാൻ ഒരു അവസരം കിട്ടിയാൽ പാടൂലേ? എന്തായാലും എന്തായാലും ഗോഡ്വിന് എന്തായാലും അതിനൊക്കെ പറ്റട്ടെ. അപ്പം നമ്മുടെ അടുത്ത് ഒരുപാട് നേരം സംസാരിച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഗോഡ്വിന് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉള്ളൊരു കൊച്ചുമിടുക്കനാണ്. അപ്പൊ അതൊക്കെ നേടാൻ പറ്റട്ടെ, അതിലേക്ക് എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും നേരം എൻ്റെ അടുത്ത് സംസാരിച്ച് എന്താ പറയുക, എനിക്ക് ഒരുപാട് പാട്ടൊക്കെ പാടിത്തന്നു. ഒരുപാട് നന്ദി. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. നമുക്കൊരു പാട്ട് പാടി അങ്ങോട്ട്. ഏത് പാട്ടാ പാടാം? നമുക്ക് ഒരുമിച്ച് തന്നെ പാടാം. കണ്ട കണ്ട മാനത്ത് കണ്ട ചക്കിപ്പരുന്ത് പറക്കണത്, വെള്ളിമാമല മേലെ പറക്കണ ചക്കിപ്പരുന്തിൻ്റെ തേരോട്ടം. കണ്ട കണ്ട മാനത്ത് കണ്ട ചക്കിപ്പരുന്ത് പറക്കണത്, വെള്ളിമാമല മേലെ പറക്കണ ചക്കിപ്പരുന്തിൻ്റെ തേരോട്ടം. നാലുപാടം പാടത്ത് വെള്ളം, വെള്ളത്തിലെന്താ കളിക്കണത്, തെളി വെള്ളത്തിൽ ഓടിക്കളിക്കണ വെള്ളിപ്പരലിൻ്റെ തേരോട്ടം. കണ്ട കണ്ട മാനത്ത് കണ്ട ചക്കിപ്പരുന്ത് പറക്കണത്, വെള്ളിമാമല മേലെ പറക്കണ ചക്കിപ്പരുന്തിൻ്റെ തേരോട്ടം.